ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ അടുത്തപ്പെട്ട സുഹൃത്തുക്കളോട് ചോദിക്കാം അഭിപ്രായം എന്താണെന്ന്. നമ്മുടെ അഭിപ്രായം നമ്മൾ കേൾക്കണമല്ലോ. അല്ലയാ, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നു. നിന്റെ അഭിപ്രായം എന്താ? നന്നായി, ഉറപ്പാണ്? നിന്റെ അഭിപ്രായം എന്താ? കൊള്ളായിരിക്കും. വലിയൊരു അഭിപ്രായം എല്ലാത്തിനും കൂടെ മതി. അല്ലെ, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന പിന്നെ നിന്റെ അഭിപ്രായം എന്താണ്? നിന്റെ കഴിവ് വെച്ച് മതി, അത് മതി. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. നിന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താ? നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നു. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? വളരെ മികച്ച സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഫുൾ സപ്പോർട്ട് കൂടെ ഉണ്ടാവും. സിദ്ധുവാ എന്നും കൂടെ ഉണ്ടാവും. ഓക്കെ. അതിനോണ്ണ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോണു. അഭിപ്രായം എന്തിനാണ്? നല്ല അഭിപ്രായം. കൂടെ ഉണ്ടാവുമല്ലേ? എപ്പോഴും. ഓക്കെ. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാണ് കേട്ടോ. എൻ്റെ അഭിപ്രായം എന്തിനാണ്? നല്ല അഭിപ്രായം. റീച്ച് ചെയ്യാറട്ടെ. സപ്പോർട്ട് ഉണ്ടാവും. കിട്ടണം എൻ്റെ പാതി എനിക്ക്. എല്ലാവിധ മംഗളാശംസകളും പുതിയ യൂട്യൂബ് ചാനൽ. ഓക്കെ. ഹലോ, അഭിപ്രായം എന്താണ് യൂട്യൂബ് ചാനൽ? അതെ, ഓക്കെ. എന്നാൽ അപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം സപ്പോർട്ട് ഉണ്ടാവൂലേ? ഓക്കെ. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നു. വെരി ഗുഡ്. അഭിപ്രായം? നല്ല അഭിപ്രായം. വളരെ മികച്ച അഭിപ്രായം. ചൂട്ടേക്കാരും ഫേമസ് ആവും. അത്ര തന്നെ, ഭയങ്കര സപ്പോർട്ട് തന്നെ. രക്ഷയില്ല. കളി, നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോണതിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ ആണല്ലേ? ഓക്കെ. ഹായ്, ഒരു ഹായ് പറയൂ. എല്ലാവരും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂന്ന് പറ. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂന്ന് പറ. ആ, നീ പറ. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂന്ന് പറ. അറിഞ്ഞൂടെ? നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. എന്താണ് അഭിപ്രായം? ഓക്കെ. സൂപ്പർ എന്ന് പറ. പിള്ളേരെ, അപ്പൊ നമ്മള് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകും. ഉടനെ ഉണ്ടാവും. ഓണത്തിന് മുമ്പേ തുടങ്ങിക്കളെ. കണ്ടന്റ് എല്ലാം ഉണ്ട്. കണ്ടന്റ് ഇല്ലാത്ത ഒരു കണ്ടന്റും ഇല്ല. നമ്മളെ കൊണ്ട് കിട്ടുന്ന എന്ത് കിട്ടണോ അത് നമ്മൾ കണ്ടന്റ് ആക്കും. ഓക്കെ. സിനിമയിലെ എല്ലാരും ഉണ്ട്. ഓ, ഓക്കെ. അപ്പൊ എല്ലാരും സെറ്റപ്പ് ആയിട്ട് സപ്പോർട്ട് ഉണ്ടാവണം. അതാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനല്ല, യൂട്യൂബ് ചാനൽ തുടങ്ങണം. നല്ല ഇൻട്രോ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കണം. അപ്പൊ നമുക്കൊരു ഇൻട്രോ വേർഡ് വേണ്ടേ? ഇൻട്രോ വേർഡ് വേണം. സോറി, ഇൻട്രോ സെന്റൻസ് വേണ്ടേ? ഇൻട്രോ സെന്റൻസ് വേണം. ഹലോ ഗൈസ്, ഗുഡ് ഡേ. ഹലോ ഗൈസ്, ഗുഡ് ഡേ. അങ്ങനെയുണ്ട്. ഇതാകുമ്പോ നമുക്ക് ഇന്റർനാഷണൽ ക്വാളിറ്റിയോട് എത്തുകയും ചെയ്യും. പവർ പോരല്ലേ ഷാസിന്റെ? ശ്വാസത്തിന് അത് നമുക്ക് കോപ്പി അടിക്കാൻ പറ്റില്ല. അടിപൊളി സാധനമല്ലേ? എന്താ ഇതിനാണ് അത് കാണിച്ചു കൊടുത്ത ചിലപ്പോൾ ശ്വാസം തന്നെ കോപ്പി റൈറ്റ് അടിക്കും. അതുകൊണ്ട് വേണ്ട. തുടക്കത്തിലെ കോപ്പി റൈറ്റ് കിട്ടി കഴിഞ്ഞാൽ വിചാരിച്ച പോലെ റീച്ച് കിട്ടത്തില്ല. ഞാൻ കണ്ടിട്ടില്ലേ. ഹലോ എവരിബഡി, വെൽക്കം ടു യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനലിന്റെ എന്റെ ഉദ്ദേശം ഇപ്പം എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഉദ്ദേശം. ഓക്കെ. നമുക്ക് രണ്ടാമത്തെ ഉദ്ദേശം വീഡിയോ ഒരുപാട് കണ്ടന്റുകൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് ചെയ്യണം എന്നാണ്. ഒരു കണ്ടന്റിനെ ഫോക്കസ് ചെയ്യാതെ ഒരുപാട് കണ്ടന്റുകൾ മിക്സ് ചെയ്ത് ചെയ്യണം എന്നാണ്. ഹലോ ഗൈസ്, ഹലോ ഗൈസ്. ഞാൻ പറഞ്ഞ ബിൽഗേറ്റ്സ് ആയിപ്പോ. അവന് മോമോസ് കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അത് നീ ചെലവിൽ മേടിച്ചു കൊടുക്കേണ്ടി വരും. മറ്റേ അവിടെ ഉണ്ട്. ഇവിടെ തന്നെ, ഇവിടത്തെ താഴത്തെ കടയില് കളിപ്പുള്ള ഇവിടെ എന്ന് പറഞ്ഞാ പിന്നെ ഇനി അങ്ങോട്ട് പോണെന്ന് നീ അതിന് കടയുടെ പേരും കിട്ടിയില്ല. അപ്പൊ ഇൻട്രോ അത് ഓക്കെ. എന്തായാലും ഹലോ ഗൈസ്, വി ഗേറ്റ്സ്. ഓക്കെ.
ഐജു ഒന്നുമല്ല, എംഫോർട്ടൊക്കെ. അതും ഇതുപോലെയൊക്കെ ചുമ്മാ തുടങ്ങിയതാണ്. അവരൊക്കെ ഇത്രയും റീച്ച് ആയില്ലേ. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ 10 വർഷം 20 വർഷമൊക്കെ കഴിയുമ്പോഴേ റീച്ച് ആവും. ജീവിച്ചിരുന്നാൽ മതിയായിരുന്നു. വലിയ റീച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊരു കുറച്ച് ഭയമില്ല. ഒരു കുറച്ച് ആൾക്കാരെങ്കിലും നമ്മൾ പറയുന്ന വീഡിയോസ് ഒക്കെ കാണുക, അതിനൊരു അഭിപ്രായം പറയുക, ഇഷ്ടപ്പെടുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ എല്ലാരും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ പ്ലസ് റിവ്യൂ, ടെക്ക്, ട്രാവല്, വ്ളോഗ്, ഫുഡ്, കുക്കിംഗ്, അങ്ങനെ എല്ലാം മിക്സ് ആണ്. നമ്മൾ എന്താണോ നമ്മൾ റിയൽ ലൈഫ് ടൈമിൽ ചെയ്യുന്ന അതത്രയും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ മോസ്റ്റ് കോമൺ ഇതൊക്കെയാണ്. അപ്പൊ ചാനലിന്റെ പേര് മിസ്റ്റർ ആൻഡ് മിസ്സിസ്. എനിക്ക് മിസ്റ്റർ ഗ്യാങ് എന്നായിരുന്നു എന്റെ മനസ്സിൽ. അതായത് ഇത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് രണ്ടു വർഷത്തിന് ബോധധർമ്മത്തിന്റെ കാര്യത്തിലല്ല, എനിക്ക് ആഗ്രഹം തോന്നിയ സമയത്ത് ഞാനും വിഷ്ണുവാർ പിള്ളയും കൂടെ ഒരുമിച്ച് പറയട്ടെ തുടങ്ങിയ ഒരു കാര്യമായിരുന്നു. അപ്പൊ അന്ന് നമ്മളിത് കുറച്ച് ഷൂട്ടും ചെയ്തായിരുന്നു. പിന്നെ എന്തോ ഒരു കാരണവശാല് അവനിപ്പം ജോലിയൊക്കെ ആയി, അവനെ കൊടുത്തോല്ലോ. കാരണം അവൻ വീഡിയോ എടുക്കാൻ ബെറ്റർ ആണ്, എഡിറ്റ് ചെയ്യാൻ ബെറ്റർ ആണ്. അപ്പൊ അവന്റെ സഹായം കൂടെ ഉൾക്കൊള്ളിച്ചോണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അവനെ ഉൾക്കൊള്ളിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവനെ ഉൾക്കൊള്ളിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ പേര് എന്തുകൊണ്ട് മിസ്റ്റർ ആൻഡ് മിസ്സസ് ഗ്യാങ് ആയിക്കൂടാ. ഇയാൾ വിഷയം ഉണ്ടാക്കണോ ചെല്ലി. ഫ്ലാഷ് ബാക്ക്. എവിടെങ്കിലും വയ്ക്കാന്ന് നിങ്ങള് കേറ്. നീ ആദ്യം ഫോൺ എവിടെ വെക്കണോന്നാലോ സെറ്റ് ചെയ്യും. എന്നിട്ട് ഈ സാധനം കറക്കാന്നല്ലേ ഇങ്ങനെ പറഞ്ഞ. എടാ അത് വെയിറ്റ് കാരണം ഇങ്ങനെ വരുവോടെ. ഇവിടെ വയ്ക്കുമ്പോ ഇങ്ങനെയാണ് നാടൂലി പൊട്ടണോ ഇയാൾ. അവിടെ വെക്കി വെസ്റ്റ് ഓരോരോ പാടുകൾ ഒടിഞ്ഞിന്ന് കൈയിരിക്കും. പൈസ ഇല്ലട്ടാ ഓരോരോ ലീലാവിലാസങ്ങളെ മാരുതിയാണ് കേട്ടോ. ബലമൊക്കെ സൂചിച്ചു കൊടുക്കണം. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ ഇരിക്കണം. അതല്ല, ഇത് വീഡിയോ എടുക്കുന്ന ഉദ്ദേശം ഒടിച്ചു തിരിച്ചെടുത്ത് ചോദിക്കാറ്. തുറക്കാനൊക്കെ അറിയാൻ വീഡിയോ എടുക്കണതിന്റെ ഉദ്ദേശവും എന്തോ പറയുന്നത് വള്ളിയെ എത്ര കിലോമീറ്റർ ആയ വണ്ടിയുടെ. അതെ, നമ്മളെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനല് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ യൂസ്ഡ് റിവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതില് എല്ലാ പ്രോഡക്റ്റുകളും വരും, മനസ്സിലായിരിക്കുന്നത്. അപ്പൊ അതില് നമ്മൾ മാക്സിമം ഉദ്ദേശിക്കുന്ന ഇതാണ് നെഗറ്റീവ്സ് ആണ്. വണ്ടിയുടെ അല്ല, എല്ലാ നെഗറ്റീവ്. നമ്മള് കൂടുതലും പോസിറ്റീവുകളല്ലേ കാണുന്ന, നെഗറ്റീവ്സുകൾ കാണാം. ചൈന സാധനം സാംസങ്ങിന്റെ എല്ലാരെയും കിട്ടൂലോ എഫക്ട് ഇട്ടാ. നമ്മളില്ലേ ചേട്ടായി കളിക്ക്. എന്തോ കൂടെ ഒന്ന് ഇതാക്ക്. സ്ട്രൈറ്റ് പൊസിഷൻ സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല. ഇത് നമ്മള് അപ്പോഴും പറയുന്ന കാര്യം അപ്പോഴും തെറ്റി. പൊക്കം കൂട്ടുന്നു വേണ്ട ബാപ്പുവാ. ഇവിടെ ഹൈടെക് ആണ് റബ്ബർ ബാൻഡ്. ഇന്നിപ്പം ഇതുപോലെ ഇത്ര പോരെ. ഇത് ഇടാൻ വേണ്ടിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് ബാക്കി ഓൺ ദ വേ. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് മറക്കണ്ട, മിസ്റ്റർ ഗ്യാങ് എന്നാണ്. എന്റെ ഫ്ലോ കളയണവന്മാര് ശല്യം പിടിച്ചവനെ പറ ഇങ്ങോട്ട്. ഇവനെ കൊണ്ടുവരിച്ച് ഇവനോട് നടക്കി പോകും, നടക്കൂല. ഇത് പറയാണ്ട്. അപ്പൊ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത് 5 പ്രാവശ്യം പറഞ്ഞപ്പോ ഫുഡ്, ടെക്ക്, കാറ്, ട്രാവല്, പിന്നെ എന്തോന്ന് ഓരോരുത്തരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, പേഴ്സണൽ റിവ്യൂസ് അബൌട്ട് എനി ഗാഡ്ജറ്റ്സ് ഓർ എനിത്തിങ്സ്.
what they know. Reaction videos. Reaction videos, റിയാക്ഷൻ നമുക്ക് Travel- മറ്റുള്ളവരെ travel vlogs, നമുക്ക് food troll vlogs. ചെയ്യാം. anything. അത് തന്നെ. So like a miscellaneous work, right? അതെ, yes. അത്രയല്ലേ ഉള്ളു. അത്രേ ഉള്ളൂ. 5 പ്രാവശ്യം ഞാൻ കേട്ട് കാണാൻ പഠിച്ചു ഞാൻ. പുറത്തിറങ്ങി കഞ്ഞി പിടിക്കാനായിട്ട് മോമോസ് തിന്നാന്ന് പറഞ്ഞപ്പോ എല്ലാത്തിനും അത് മതി. ഇങ്ങനെ നന്നാവും. മോമോസാ മോമോസ് ആവണേ ഉള്ളു. എടുത്തോ. അപ്പൊ ജ്യൂസ് 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 എല്ലാം റെക്കോർഡായാൽ മതി. ചാവ് എനിക്ക് ഇഷ്ടമല്ല. ചാവ് രസമല്ല. ഈ ജ്യൂസാണ് ഇഷ്ടം. ചാവണി പുള്ളി ചാവ് ജ്യൂസ്